അഭിമന്യു കൊലപാതക കേസിൽ ആസൂത്രകരായ ഭീകരവാദികൾ ഇപ്പോഴും കാണാമറയതാണ്. PFI ഭീകരവാദികൾ SFI നേതാവ് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. അഭിമന്യുവിന്റെ വട്ടവടയിലെ വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ മുഖ്യ കണ്ണികൾ പിടിയിലാകാത്തതിനെക്കുറിച്ച് അഭിമന്യുവിന്റെ മാതാപിതാക്കൾ പരാതിപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, 7 വർഷമായി അഭിമന്യു കൊലപാതകം നടന്നിട്ട് ഒരു ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനെയാണ് നമ്മുടെ കേരളത്തിൽ നഷ്ടമായത്. സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ഇപ്പോഴും ഭീകരവാദികളായ മുഖ്യപ്രതികൾ കാണാമറയത്താണ്. സർക്കാർ ഇതിനെതിരെ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ അഭിമന്യുവിന്റെ കുടുംബം പറയുന്നത് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നാണോ? അശ്വതി, മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 7 വർഷം കഴിയുന്നു. 2018 ജൂലൈ 2-ാം തീയതിയാണ് അഭിമന്യു ക്യാമ്പസിൽ വെച്ച് PFI ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ അഭിമന്യു കൊല്ലപ്പെട്ട് ഈ 7 വർഷം കഴിയുമ്പോഴും കൃത്യമായി ഈ ഒരു കൊലപാതകത്തിൻ്റെ സൂത്രധാരന്മാരായ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ശരിയായ ദിശയിലല്ല, അതായത് നിലവിലുള്ള അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം വട്ടവടയിലെ അഭിമന്യുവിൻ്റെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് അഭിമന്യുവിൻ്റെ മാതാപിതാക്കൾ പരാതിപ്പെട്ടിരുന്നു. കാരണം NIA പോലുള്ള ഒരു ഏജൻസി ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കണം, എങ്കിൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്ന മാതാപിതാക്കളുടെ ആ ഒരു വിശ്വാസം, അതാണ് കേന്ദ്രമന്ത്രിയോട് അവർ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കാൻ തന്നെ കാരണം. അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 7 വർഷങ്ങളാകുന്നു. നമുക്കറിയാം, CPM ഭരിക്കുന്ന സമയം CPM ആണ് ഭരിക്കുന്നത്. SFI പ്രവർത്തകനായ അഭിമന്യു കൊല്ലപ്പെട്ടു. 7 വർഷമായിട്ടും ആ ഒരു കൊലപാതകത്തിൻ്റെ മുഖ്യ സൂത്രധാരകരായ ആളുകളെ ഈ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് അഭിമന്യുവിൻ്റെ മാതാപിതാക്കൾ പരാതിപ്പെടുമ്പോൾ എത്രത്തോളം ആ അന്വേഷണത്തിൽ പുരോഗതിയുണ്ട് എന്ന്. കാരണം ഈ നിലവിലെ അന്വേഷണ ഏജൻസികളുടെ കെടുകാര്യസ്ഥതയാണ് തങ്ങൾക്ക് നീതി കിട്ടാത്തതെന്നാണ് ആ മാതാപിതാക്കൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ അഭിമന്യുവിൻ്റെ ഈ അന്വേഷണത്തിലെ പോരായ്മകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് മാതാപിതാക്കൾ ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രിയോട് പറഞ്ഞത്. ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരെയും തന്നെ പിടികൂടാൻ കഴിഞ്ഞുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടാൻ കഴിഞ്ഞെങ്കിൽ പോലും ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഭീകരവാദികളായ ആളുകളെ കൂടി വെളിച്ചത്ത് കൊണ്ടുവരണം. അതിനാണ് NIA പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ മുഴുവൻ പേരെയും, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ എല്ലാവരെയും തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ അഭിമന്യുവിൻ്റെ സ്വന്തം സംഘടനയിൽപ്പെട്ട അവരാരും തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല. പിന്നെ പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ അഭിമന്യുവിൻ്റെ കേസ് NIAക്ക് വിടണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. 2018 ജൂലൈ 2-ലാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്നത്. ഈ 2 മാസത്തിന് ശേഷം 2018 സെപ്റ്റംബർ 16-ാം തീയതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 16 പ്രതികളാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിടുന്നത്. 125 സാക്ഷികളുണ്ട്. ഡിസംബർ 3-ന് ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. വിചാരണ നടപടികൾക്ക് മുന്നോടിയായി ഈ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന ആ ഒരു തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധിക്ക് പിന്നാലെ തന്നെ ഈ അഭിമന്യുവിൻ്റെ കേസ് പരിഗണിക്കാനാണ് കോടതിയുടെ നീക്കം. അശ്വതി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.